ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് വനിതാ ദിനത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ ലൈഫ് തന്നെയാണ് കേട്ടോ. എൻ്റെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ 3 സ്റ്റേജായിട്ട് ഞാൻ പറയാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പുള്ള കാലഘട്ടമായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലെ 6 മക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തിനും പുറത്തോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ എന്നെ വിട്ടിട്ടില്ല എന്ന് പറയാം. കാരണം അന്നത്തെ സാഹചര്യം അതായിരുന്നു. പിന്നത്തെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വിവാഹശേഷമുള്ള കാലഘട്ടമായിരുന്നു കേട്ടോ. വിവാഹശേഷമാണ് ഞാൻ ഓരോ കാര്യത്തിനും തനിച്ച് പുറത്തോട്ട് ഇറങ്ങിയതും 4 ആളെ അറിയാനും ഒക്കെ തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ ലൈഫിൽ 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ മരണശേഷമുള്ള ലൈഫായിരുന്നു. ഹസ്ബൻഡിൻ്റെ മരണം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. ഞാൻ തീർത്തും ഒറ്റപ്പെട്ടുപോയി. ഞങ്ങളുടെ മഠത്തിലെ മദറായിരുന്ന സിസ്റ്റർ മേരി ആയിരുന്നു എന്നെ ഈ അവസ്ഥ കണ്ടിട്ട് കാലടി ജീവാലയ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ വിധവകളുടെ ധ്യാനത്തിന് എന്നെ പങ്കെടുപ്പിച്ചത്. മറ്റ് ധ്യാനങ്ങളെ അപേക്ഷിച്ച് പ്രാർത്ഥനകൾ മാത്രമായിരുന്നില്ല അവിടെ, ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സുകളായിരുന്നു. അതായത് സ്വന്തം കയ്യിൽ എങ്ങനെ നിൽക്കാം, മക്കളെ എങ്ങനെ ഒറ്റയ്ക്ക് വളർത്താം എന്നൊക്കെയായിരുന്നു ആ ധ്യാനത്തിലൂടെ ഉണ്ടായിരുന്നത്. ആ ധ്യാനം കൂടിയാൽ പിന്നെയാണ് എനിക്ക് ജീവിതം ഒറ്റയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം കിട്ടിയത്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ അമ്മമാരോടാണ്. നമ്മളുടെ പെൺമക്കളെ ചെറുപ്പം മുതൽ ഓരോ കാര്യങ്ങൾക്കും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തരാക്കണം. കാരണം എന്തെങ്കിലും സാഹചര്യത്തിൽ അവർ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വനിതാ ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു.